ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് 5 തരം ഈവനിങ് സ്നാക്സ് ഞാൻ ബ്രെഡ് വെച്ച് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 2 ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഞാൻ വന്നിട്ട് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് അതിലേക്ക് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ചീസിൽ വന്നിട്ട് വൈറ്റമിൻ ഡി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വന്നിട്ട് പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് വന്നിട്ട് കുറച്ച് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും അതല്ലെങ്കിൽ വാനില എസൻസ് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് വന്നിട്ട് ഈ പാലിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ അതിലേക്ക് അബ്സോർവ് ആവുന്നത് വരെ. അതിനുശേഷം ഇത് പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിൻ്റെ മീതേക്കും കൂടി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതിരിക്കാം. പിന്നെ ഇതിൻ്റെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ബട്ടറൊക്കെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡായിട്ട് വരണം. എന്നിട്ട് ഇത് നല്ലപോലെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കൊരു സോസ് റെഡിയാക്കണം. അതിന് ഞാൻ ഇവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ വന്നിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വന്നിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വന്നിട്ട് നമ്മൾ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഓറഞ്ചിൻ്റെ എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും. അതല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഈ കോൺഫ്ലോറിൻ്റെ ആ പച്ച കുത്തൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ തിക്ക് ഗ്രേവി പരുവത്തിൽ വരും. ആ സമയത്ത് വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി കളറൊക്കെ മാറി നല്ല രീതിയിൽ കണ്ടൻസ് മിൽക്കിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നതാണ്. ആ സമയത്ത് വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതൊരു ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇത് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വന്നിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്. ഇനി അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു കപ്പ് അളവിൽ വന്നിട്ട് സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, തക്കാളി, പിന്നെ ഒരു 2 ടീസ്പൂൺ അളവ് ചില്ലി സോസ്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ വന്നിട്ട് മയോനീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ കടിക്കുന്ന ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ്സോ ക്യാപ്സിക്കം, ചിക്കൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്യാബേജ് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ അത് അതിലിട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബ്രെഡിലേക്ക് വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ടോസ്റ്ററിൽ വെച്ചിട്ട് ഓയിൽ ഫ്രീ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഇതുപോലെ ഞാൻ ബ്രെഡ് വന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് കട്ട് ചെയ്ത സൈഡ് പോർഷനൊക്കെ ഞാനൊന്ന് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് വന്നിട്ട് അതിലേക്ക് മുട്ടയിലേക്ക് വന്നിട്ട് ഒന്ന് മുക്കി കൊടുക്കുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയിലിടുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ഡബിൾ കോട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്.
അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ എണ്ണയിലിടുമ്പോൾ അതൊന്നും സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അതിനുശേഷം ഇതൊന്ന് പൊരിച്ചെടുത്തേക്കാം. ഇതുപോലെ എല്ലാവരും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മയോനീസും ചീസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സബോള, അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വന്നിട്ട് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ വന്നിട്ട് മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിലേക്ക് ഞാൻ വന്നിട്ട് ഒരു എഗ്ഗും കൂടി ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വന്നിട്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ചപ്പാത്തി കോല വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോൻ്റെ റോൾ വന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഒരു മുട്ടയും കൂടി ഞാനിതിലേക്ക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൊടി, പിന്നെ വന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് കോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ വന്നിട്ട് കുറച്ച് നൈസായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പായസത്തിന് എടുക്കുന്ന സേമിയാണ്, ഭയങ്കര നൈസായിട്ടുള്ള സേമിയാണ്. അത് വന്നിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ സ്പ്രെഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. നിങ്ങളൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വറുത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 5 തരം സ്നാക്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഓൾ. ബൈ, ടേക്ക് കെയർ.